മഴ മഴ. അയ്യോ നിന്റെ ചേച്ചി വടിയും കൊണ്ട് വരുന്നുണ്ട്. അയ്യോ ഓടിയാലോ. ഓടിയിട്ട് കാര്യമില്ല, കിട്ടേണ്ടത് കിട്ടും. എടി മണ്ടി, അത് വടിയല്ല കൊടയാ. ഞാൻ ഓർത്ത് ചേച്ചി അടിക്കാൻ വഴിയില്ലല്ലോ. അതെ, ഇപ്പൊ ഇത്തിരി മഴ നനഞ്ഞെന്ന് വെച്ചാ എന്താ? ഈ ചേച്ചിക്ക് നമ്മളോട് എന്ത് സ്നേഹം. കുറച്ച് മഴ പെയ്തപ്പോൾ തന്നെ അതേ കൊടയായിട്ട് പറ്റുക. അതേലും മഴ ചേച്ചി പാവാ, എനിക്കറിയാം. എന്റെ സ്വന്തം ചേച്ചിയാ. ഈ അനിയൻ മഴ കൊള്ളാണ്ടിരിക്കാൻ ചേച്ചി ഓടി വന്ന് കണ്ടോടി. അതൊന്നുമല്ല, ഇന്ന് ഞാനുണ്ടല്ലോ, എനിക്ക് പനിയൊന്നും വരില്ലേന്നായിരിക്കും ചേച്ചി വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും കൊടയും കൊണ്ട് വരുന്നത്. അവളോ ഇത് രണ്ടുമല്ല, എന്റെ ചേച്ചിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചേച്ചിയുടെ പൊഞ്ഞോമല്ല, പൊഞ്ഞണിയെത്തിയ പറഞ്ഞേ ഉള്ളൂ. കണ്ടടി ചേച്ചിക്ക് വഴി തെറ്റി. പോണാണ്ടോ. അപ്പൊ ഇങ്ങോട്ടല്ലേ? ചേച്ചി ഇതെങ്ങോട്ടാ? നീ നമ്മളെ കണ്ടില്ലേ? മാളി ചേച്ചി ദുഷ്ട, ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതെ, എന്നാലും ചേച്ചി ഇതെങ്ങോട്ടാ? ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ഫോളോ ചെയ്യാം. എങ്ങോട്ടാണെന്ന് അറിയാലോ. കുറേയായി നടക്കണം. ഈ മഴ മുഴുവൻ നനഞ്ഞ് മനുഷ്യന് ഒരു വഴിയായി. എന്നാലും ഈ ചേച്ചി ഇതെങ്ങോട്ടാ? കുറെ നേരമായാലും നടക്കുന്നേ, ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. മഴ കൂടി വരുക. നമ്മളെ വീട്ടിൽ അന്വേഷിക്കോ? പറഞ്ഞിട്ട് പോരായിരുന്നു. വീട്ടിലിപ്പോ എന്ത് പറയും? ചേച്ചിയെ ഫോളോ ചെയ്യുവാന്നോ? ഇത്രയും മാറ്റൊക്കെ വേറെ ഇല്ലട്ടാ. ഇത് പാറോ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ, എന്ത് കാര്യാ? നീ പറ. വലിയ മണ്ടത്തരായിരിക്കും. അല്ലടി, എനിക്കൊരു സംശയം. എന്ത്? ഞാനത് പറഞ്ഞ നീ കുണങ്ങാണ്ട് കാര്യം പറയാ ചേർക്ക. പറ. അതോ, നിന്റെ ശല്യാണല്ലോ വീട്ടില്. ശല്യോ? അതെ, മാളി ചേച്ചി എപ്പോഴും പറയാറുണ്ട് നിന്നെ കൊണ്ട് തോറ്റ്, നിന്നെ കൊണ്ട് മടുത്തെന്നൊക്കെ. അപ്പൊ ഇനി എങ്ങാനും നീ കാര്യം പറ. നിന്റെ ശല്യം സഹിക്കാൻ വയ്യാത്തോണ്ടേ ചേച്ചി വീട് വിട്ടിറങ്ങിയതാ. നാട് വിട്ടു പോണ ലക്ഷണം. ഇവൻ പറയണ ആരെയും വിശ്വസിക്കോ? നീ വേറെ വിശ്വസിച്ചാ മതി. ചേച്ചി നാട് വിട്ടു പോവാണോ? അതെടി, ഇത്രയും ദൂരം ആരെയും നടക്കുമല്ലേ? നടന്നാണോ നാട് വിട്ടു പോകുന്നേ? പാവത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ. അപ്പൊ ചേച്ചി നീ എങ്ങനെ ജീവിക്കും? അത്ര സഹിച്ചിട്ടുണ്ടാ പാവം. വാസു കളി മാറുന്നു. എന്തായാലും കുറച്ചുകൂടി പോയി നോക്കാം, എവിടെയെങ്കിലും ഇട്ട് പിടിക്കാലോ. ചേച്ചി, എന്റെ പൊന്നു ചേച്ചി, പോകല്ലേ ചേച്ചി, പോകല്ലേ. കൂടെ ഇടാണ്ട് വാടി. എന്റെ ചേച്ചിക്ക് ചേരാ എത്ര ശല്യായിരുന്നു. സമാധാനപ്പെടും ചേച്ചി, പോകല്ലേ. ഈ അടിയത്തിനെ ഇവിടെ ഇട്ടിട്ട് പോകല്ലേ. ഇവള് പാമ്പം കോമഡിയാണല്ലോ. ഈ വാസുവിന്റെ ഒരു കാര്യം ആ കൊച്ചിനെ കരയിപ്പിച്ചു. നടക്കങ്ങോട്ട്. എടാ, മഴ കൂടുന്നു, ഇനി അങ്ങോട്ട് പോകണ്ട. പിന്നെ എന്റെ ചേച്ചിനെ ആരന്വേഷിക്കും? ഞാനല്ലേ ഉള്ളൂ. എടി സാരിയില്ല. ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി നമുക്ക് വീട്ടുകാരോട് കാര്യം പറയാം. അവർക്ക് വണ്ടിയൊക്കെ ഉണ്ടല്ലോ, പോയി അന്വേഷിക്കട്ടെ. വേണ്ട, ഇതിപ്പോ ആരോടും പറയണ്ട. ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിലോ. ചേച്ചി എന്നെ കൂടി കൊണ്ടുപോ. പാവം ചേച്ചി, ഇച്ചിരി സമാധാനപ്പെട്ട് പോവാ. പാവം ചേച്ചി, എനിക്ക് സഹിക്കാൻ വയ്യ. വരണ്ടായിരുന്നു ഇങ്ങോട്ട്. ചേച്ചി മന്തിയായിരുന്നു. ഇവൻ പിണങ്ങിപ്പോയല്ലോ. ഇത് എങ്ങോട്ട് പോയി? കുറെ നേരായി. ബസ് സ്റ്റോപ്പിൽ പോയി നോക്കാം, അവിടെ എങ്ങാനും കാണും. ചേച്ചി, എന്റെ പൊന്നായിരുന്നു. എന്നാലും അവൾ എന്തിനു പോയി? ഞാൻ എന്ത് ശല്യമൊക്കെ ഉണ്ടാക്കി എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഈ ഹിന്ദി സീരിയലൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കാണണമല്ലോ, അതാലോചിക്കുമ്പോഴാ. പാറു, വാ. അമ്മ സമോസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. സമോസയോ? എനിക്കൊന്നും വേണ്ടമ്മേ. എന്റെ ചേച്ചിക്ക് കിട്ടാത്തതൊന്നും എനിക്കും വേണ്ട. ഇവള് ഏത് സീരിയലായി കാണുന്നേ? സീരിയലുണ്ടോ എന്റെ അമ്മ? അതെ, നീ എന്തിനാ കരയുന്നേ? അവ ചേച്ചി. ഓഹോ, പാറു അവൾ അവളുടെ കൂട്ടുകാരി സൈനബയുടെ വീട്ടിൽ പോയേക്കുമല്ലേ? നിന്നെ കൊണ്ടുപോകാത്തോണ്ടായിരിക്കുമല്ലേ? അവൾക്ക് പഠിക്കാനുണ്ട്, അതിനു വേണ്ടിയാ പോയെ. ഇങ്ങനെ കിടന്ന് കരയേണ്ട കാര്യമുണ്ടോ? സൈനബയുടെ വീട്ടിലോ? അമ്മ എന്തീ പറയുന്നേ?
എന്റെ കൊച്ചേ കിടന്ന് മോങ്ങല്ലേ. വാ സമൂസ കഴിക്കാം. വാ വാ. പാവമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ ചേച്ചി, എന്റെ കുഞ്ഞു ചേച്ചി. അവളെന്ത് എന്റെ ചേച്ചി എനിക്ക് ഇപ്പൊ കാട്ടാം, കട്ടേ പറ്റും. ഞാനിതെങ്ങനെ സഹിക്കും? ചേച്ചി ചേച്ചി. അമ്മേ ഞാൻ വന്നു. എന്നാ മോളെ ഇത്ര വൈകിയേ? ദേ പാറ് ഉടക്കിടന്ന് മുങ്ങുന്നുണ്ട്. അവളെന്തിനാ കറിയുന്നേ? ഓ നിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ ചെല്ലിയല്ലേ. ഓ ഞാൻ അവളെ കൊണ്ടുപോകാണ്ട് പോയോണ്ടായിരിക്കും. ഹായ് എന്റെ പൊന്നു ചേച്ചി തിരിച്ചു വന്നു. വന്നു. എനിക്കറിയായിരുന്നു വരുമെന്ന്. അല്ലാണ്ട് എവിടെ പോയാന്? പാറു ചേച്ചി ഞാൻ ദേ ഇവിടെ റൂമിലുണ്ട്. എന്താടി നീ കിടന്ന് മൂങ്ങാന്നാണല്ലോ അമ്മ പറഞ്ഞേ. ചേച്ചി അത് പിന്നെ ഏത് പിന്നെ അതന്നെ ചേച്ചി. എന്താ ഒരു സ്നേഹം. എനിക്ക് എന്റെ ചേച്ചിനെ നല്ല ഇഷ്ടം. നീ എന്താ കരഞ്ഞേ? ചേച്ചി എവിടെ പോയതാ? ഞാൻ സൈനബയുടെ വീട്ടിൽ പോയതല്ലേ. ഓ അതായിരുന്നു. ശേ ആ വാസന എന്റെ കൈ കിട്ടിയാണ്ടല്ലോ. എന്താടി വാസ എന്താ പറഞ്ഞേ? അല്ല ചേച്ചി അതൊന്നും അല്ല. ചേച്ചി എന്നെ കൊണ്ടായില്ലല്ലോ അതുകൊണ്ടാ. എന്താടി പിറുപിറുക്കുന്നേ? അല്ല ചേച്ചി എന്നാലും എന്നെ കൂടെ കൂട്ടിയില്ലല്ലോ. ശരാ ഞാൻ പഠിക്കാൻ പോയതാ. എന്നാ ശരി വാ നമുക്ക് സമോസ കഴിക്കാം. എന്നാലും ഇവക്കെന്താ എന്നോട് ഇത്ര സ്നേഹം? ഒന്ന് അന്വേഷിച്ചു കളയാം. ആരോ നിക്കടെ. സമൂസ സമൂസ മുരിഞ്ഞ സമൂസ. ഒരു പാറു എന്താ ചേച്ചി ഈ സമൂസ ഉണ്ടോ? മറ്റേ മുരിഞ്ഞ കറമുറ സമൂസ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ? ഇതിന്റെ പകുതി ആയിരിക്കും. അല്ലടി വേറൊരു കാര്യം. എന്താ ചേച്ചി ചോദിച്ചോ? അതോ സത്യം പറ നീ എന്തിനാ കരഞ്ഞേ? അതൊക്കെ ഇനി പറയണ ചേച്ചി. മക്കൾ പറ ചേച്ചി കേക്കട്ടെ. അതാ ചേച്ചി കടയും കണ്ടു പോകുന്നത് ഞങ്ങൾ കണ്ട്. എന്നിട്ട് ഞാനും കൂട്ടുകാരും കൂടി ചേച്ചിനെ ഫോളോ ചെയ്ത്. മണ്ടൻ വാസു എന്തൊക്കെയാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അവൻ എന്താ കണ്ടേ? എന്ത് കാണാൻ? ചേച്ചി എന്ത് സ്പീഡിലാ പോയെ? അവസാനം മഴ കൂടിയോണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. വാസു ആണെങ്കിലുണ്ടല്ലോ ചേച്ചി നാട് വിട്ട് പോയെന്നാ പറഞ്ഞേ. അതായിരുന്നോ? എന്റെ നല്ല ജീവൻ പോയി. എന്നെ പോയി ചേച്ചി കുറേ നേരം. ഇപ്പൊ വന്ന് വാ സമോസ കഴിക്കാം. മക്കളെ ഒന്ന് വന്നേ. കഴിച്ചു കഴിഞ്ഞോന്ന് അറിയാനായിരിക്കും. അല്ല ഇനിയും വേണോന്ന് ചോദിക്കാനായിരിക്കും. എടി മാള് വന്നാ മതി. എന്തിനാമേ? ഞാനിപ്പോ വരാം. ഇത് കഴിച്ചിട്ട് വരാം. ദേടാ ആരാ വന്നേന്ന് നോക്കിയേ. ചേച്ചി ഇപ്പൊ ആരാ ഈ വരെ ഈ മഴയത്ത്? ഞാനൊന്ന് പോയി നോക്കാം. ചേച്ചി ആരായാലും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നമുക്ക് മാത്രമേ ഉള്ളത് കേട്ടല്ലോ. ഇത് നമുക്ക് മാത്രമുള്ള സമൂസ കേട്ടല്ലോ. അമ്മ പറയും കൊടുക്കോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിക്കും. ഇല്ലട്ടോ നമ്മളെല്ലാം തീർത്തു. അത് നീ പറയണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ എടി മാളു ദേ സൈനമ്മ വന്നേക്കുന്നു.